ഇടവകയുടെ ഒരു വാക്ക് നന്ദി പറയുവാൻ വേണ്ടിയാണ് നിൽക്കുക. പതികലച്ചനെ കുറിച്ച് ഇന്നലെ ഒരു മനുഷ്യൻ പറഞ്ഞ സാക്ഷ്യം ഇപ്രകാരമായിരുന്നു: അച്ഛാ, ഈ പതികലച്ചനില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നിവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഒരുപക്ഷേ ഒരു ദിവികാരുണ്യ അത്ഭുതം നടന്നതിനേക്കാൾ ജീവിക്കുന്ന ഒരു ദിവികാരുണ്യ അത്ഭുതമാണല്ലോ അച്ഛൻ വഴി ആ മനുഷ്യൻ സാക്ഷ്യം നൽകിയത്. ഒരുപക്ഷെ സാധാരണഗതിയിൽ പതികലച്ചൻ്റെ മൃതസംസ്കാര ശുശ്രൂഷകൾ നടത്തുവാനായിട്ട് വിളക്കന്നൂര് ഇടവകയ്ക്ക് യാതൊരു അർഹതയുമില്ല. പക്ഷേ അഭിമന്യ പിതാവിൻ്റെ വലിയൊരു സന്മനസ്, അതിലുപരിയായി പ്രിയപ്പെട്ട പതികലച്ചൻ്റെ കുടുംബാംഗങ്ങൾ കാണിച്ച വലിയൊരു മഹാമനസ്കതയാണ് ഈ മണ്ണിൽ തന്നെ പതികലച്ചന് അന്ത്യവിശ്രമം നൽകുവാനായിട്ട് ഇടയാക്കിയത്. അച്ഛൻ്റെ ജ്യേഷ്ഠ സഹോദരനോട് ഇടവകാംഗം പറഞ്ഞ ഒരു വാക്ക് ഇപ്പോൾ ഓർമ്മിക്കുകയാണ്: ഇവിടെ അച്ഛനെ അടക്കുവാൻ സമ്മതിക്കുകയാണെങ്കിൽ ഞങ്ങൾ അച്ഛനെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. ഒരുപക്ഷെ ഇടവകയ്ക്ക് ഇടവകങ്ങൾക്ക് മുഴുവനും പറയുവാനായിട്ടുള്ള ഒറ്റ കാര്യം അത് മാത്രമേ ഉള്ളൂ. കാരണം ഒരു വികാരി എന്ന നിലയിലും അതിലുപരി ദിവികാരുണ്യ അത്ഭുതം നടന്ന വേളയിൽ അന്നത്തെ വിശുദ്ധ ബലി അർപ്പിച്ച വൈദികൻ എന്ന നിലയിലും അതിലുപരി ആത്മാർത്ഥമായ ഇടവകങ്ങളെ പല രീതിയിൽ സ്നേഹിച്ച് ജീവകാരുണ്യമായി അവരുടെ ജീവിതത്തിലേക്ക് തീർന്ന മനുഷ്യൻ എന്ന നിലയിലും അച്ഛനോട് ഈ ഇടവകയ്ക്ക് തീരാത്ത കടപ്പാടുണ്ട്. അതെല്ലാം ഈ ഒരു നിമിഷം ഓർമ്മിക്കുന്നു. അഭിമന്യ പിതാവിനോട്, ജനറൽ അച്ഛന്മാരോട്, എല്ലാ വൈദിക സമൂഹത്തോടും, പ്രത്യേകിച്ച് അച്ഛനിരുന്ന എല്ലാ ഇടവകയിൽ നിന്നും വന്നിട്ടുള്ള എല്ലാവരോടും, അതിലുപരി അച്ഛൻ്റെ കുടുംബാംഗങ്ങളോടുമുള്ള ഇടവകയുടെ നന്ദി അറിയിക്കുകയാണ്.